എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു മൺസൂൺ ടൈമിൽ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, അതായത് ഏതൊക്കെ സെക്ടർ ഫോക്കസ് ചെയ്യാം, ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓഫ്കോഴ്സ് മൺസൂൺ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എന്നാലും ഈ സ്റ്റോക്കുകൾ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ഏതൊക്കെ സ്റ്റോക്കിലാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു മൺസൂൺ ടൈമിൽ ഒഫ്കോഴ്സ് ഒത്തിരി അസുഖങ്ങൾ പരവിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ലബോറട്ടറി ബേസ് ആയിട്ടുള്ള ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഫാർമ ബേസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്ന് പറയുമ്പോൾ 1350 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. ചെറിയ തോതിൽ ഡിവിഡൻഡും തരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് 1450 വരെ പോകും. 1287 സ്റ്റോപ്പ് ലോസ് വെക്കുക. 1355 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ട്. അപ്പൊ ഫാർമ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യും. ബാക്കി സ്റ്റോക്കുകളും ഉണ്ട്. ഈ ഡോക്ടർ റെഡ്ഡി തന്നെ ഫോക്കസ് ചെയ്യണം എന്നല്ല. അപ്പൊ ഫാർമ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്കിന്റെ ഹോളായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാൻ പ്രോഫിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, ബട്ട് എന്നാലും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അത് ആ ഒരു ബേസിസിൽ ഇതല്ലാതെ വേറെ നല്ല സ്റ്റോക്കുകളും ഉണ്ട്. ഇപ്പൊ സൺഫാർമ, ദിവീസ് ലാബ് ഇപ്പൊ തന്നെ ഉണ്ട്. ബട്ട് ജസ്റ്റ് ഈ സ്റ്റോക്ക് ഫസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. അപ്പൊ ഈ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 2 വീലർ കോൺസെപ്റ്റിൽ വരുന്ന സ്റ്റോക്കാണ്. അപ്പൊ ഇത് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 3400 വരെയൊക്കെ പോകും എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 3185 ബ്രേക്ക് ഇപ്പൊ തന്നെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലാണ്. 3195, 3400 വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 3025 ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. 2 വീലർ, 3 വീലർ, അതുപോലെ ട്രാക്ടർ, എർത്ത് മൂവേഴ്സ്, ഇതിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇവര് ഒത്തിരി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോ കമ്പോണൻസ്, ഹോസ്പിറ്റാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡിംഗ്, അഗ്രി, എയറോസ്പേസ്, അപ്പൊ അങ്ങനെ പല ഇതിലും വരുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരുടെ ഇത് പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഡിവിഡൻഡ് ഈൽഡിങ്ങും, അതുപോലെ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ടുള്ള ഗ്രോത്ത്, പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി ഒക്കെ നല്ല കുറവാണ്. ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ സെക്കൻഡ് ലീഡിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. പിന്നെ തേർഡ് വരുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്. ഓക്കെ, ഇപ്പൊ ഫുഡ് ബിവറേജസ്, അത് ഫുഡ് ബിവറേജസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അപ്പൊ 1131 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1212 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് 1090 ആണ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്റ്റോക്കിന് വെക്കേണ്ടത്. 1135 ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവര് ഈ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കും, എസ്പെഷ്യലി ടീ പ്രൊഡക്ഷൻ അതിൽ വരുന്നത് കൊണ്ട് പിന്നെ ഇവരുടെ സെയിൽസ് ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ നോക്കുമ്പോഴും ഇത് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മാരുതി സുസുക്കി. അഗെയിൻ ഇതും എന്ത് ചെയ്യാ, 13,745, കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. പക്ഷെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. ROC, ROE ഒക്കെ കുഴപ്പമില്ല. അപ്പൊ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു
സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഈ സ്റ്റോക്കിന് നെഗറ്റീവ് ഒന്നും ഇല്ല, അത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ്. അപ്പൊ ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ ഫസ്റ്റ് ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ല ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ തന്നെ ഫോക്കസ് ചെയ്യും. അപ്പൊ ഈ സ്റ്റോക്കും എന്ത് ചെയ്യാം, ഈ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ടാറ്റ മോട്ടോഴ്സ്. സോ ടാറ്റ മോട്ടോഴ്സ് തീർച്ചയായിട്ടും ഉയരാൻ സാധ്യതയുണ്ട്. 435 ബ്രേക്ക് ചെയ്താൽ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 450 500 വരെയൊക്കെ പോകുന്നതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി കുറവാണ്, ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്കാണ്, ROC ROE ഒക്കെ തന്നെ കൊള്ളാം. ഇപ്പോൾ സ്മോൾ മീഡിയം ഹെവി ആ ഒരു വെഹിക്കിൾ സെഗ്മെന്റിൽ വരുന്ന ഒരു സ്റ്റോക്കും, പിന്നെ അഗ്രികൾച്ചർ കമേഴ്ഷ്യൽ ആ ഒരു കൺസ്ട്രക്ഷൻ വെഹിക്കിളിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കും നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് ഫോക്കസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹീറോ മോട്ടോ കോർപ്പ്. 4896 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കും ഇന്ത്യസ് ഫസ്റ്റ് മോട്ടോർ മാനുഫാക്ചറിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവും ROC ROE ഒക്കെ ബെറ്റർ, നല്ല ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് കൂടിയാണ്. ഡെപ്റ്റർ ഡേയ്സും ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതും ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പോണൻസിൽ തന്നെ ഫോർത്ത് ലീഡിങ്ങിൽ, എന്നാൽ നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കുമാണ്. ഓക്കെ, 4950 ആ ഒരു റേഞ്ച്, അതിന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അതുപോലെ ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയും നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 2 വീലർ 3 വീലർ സെഗ്മെന്റിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ കൂടിയാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്, ROC ROE ഒക്കെ കുഴപ്പമില്ല ഈ ഒരു സ്റ്റോക്കിന്. ഇവരും ഓട്ടോമൊബൈൽ ഇതിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഏതായാലും ഓട്ടോമൊബൈലില് ഒരു സ്റ്റോക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ കൺസ്യൂമർ പ്രോഡക്ട്സിൽ ഒരു സ്റ്റോക്കുകൾ, പിന്നെ അതുപോലെ ഫാർമ സെക്ടറിൽ ഈ ഡോക്ടർ റെഡ്ഡി തന്നെ ഫോക്കസ് ചെയ്യണമെന്നില്ല, വേറെ ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഫാർമ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ ലബോറട്ടറി ഇത് ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ളത്, ട്രാക്ടർ അഗ്രികൾച്ചർ ക്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ, അതൊക്കെ തന്നെ ഉയരാൻ സാധ്യതയാണ്. പിന്നെ 100 റുപ്പീസിന് താഴെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ട്രിഡന്റ് ഈ ഒരു സ്റ്റോക്കാണ്. 28 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതും നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ഇവര് യാൺ ബിസിനസ്, ടവൽ, ബെഡ്ഷീറ്റ് ഇതിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കും ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ 29 ആണ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 24. ഓക്കെ, അപ്പൊ ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റോക്കിന് വേറെ ഒത്തിരി നെഗറ്റീവ് സൈഡ് ഉണ്ട്, എന്നാലും ടെക്സ്റ്റൈൽ അപ്പാരൽ ആ ഒരു സെഗ്മെന്റില് ഫോർത്ത് ലീഡിങ്ങില്, എന്നാൽ നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കും വരാൻ സാധ്യതയുണ്ട്. ഈ 100 റുപ്പീസിന് താഴെയുള്ള ലിസ്റ്റില് ഫോക്കസ് ചെയ്യാൻ രീതിയിൽ 30 ആണ് ടാർഗറ്റ്, 25 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. പിന്നെ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് ഗോദ്രേജ് അഗ്രോവെറ്റ്. സോ ഇതൊക്കെ 565 ബ്രേക്ക് ചെയ്താലേ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിനുള്ളൂ. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതും ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ കോരമണ്ഡൽ ഇന്റർനാഷണൽ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. കോരമണ്ഡൽ ഇന്റർനാഷണൽ ഒക്കെ നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. സോ ഇതൊക്കെ 80 ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിനുള്ളൂ. പിന്നെ ടാറ്റ കെമിക്കൽസ്, അതുപോലെ കാവേരി സീഡ് കമ്പനി, ടാറ്റ കെമിക്കൽസ്,
ടാറ്റ കെമിക്കൽസ് ഒക്കെ 750 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 765, 800 ആ ഒരു റേഞ്ച് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു മൺസൂൺ ടൈമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ വരുന്നു. അതുപോലെ കാവേരി സീഡ് നല്ല ഒരു സ്റ്റോക്കാണ്. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഫീ നല്ല കുറവാണ്. അപ്പൊ ഇതും ഒരു ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് 930 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി. 945, 1200 ആ ഒരു റേഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇതല്ലാതെ നമുക്ക് വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു മൺസൂൺ ടൈമില്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടർ അഫക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ്സിലൂടെ ഷെയർ ചെയ്യുക. അത് ബാക്കിയുള്ളവർക്കും ഇത് യൂസ് ആവും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസും 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.